ഇനിയെങ്കിലും നടത്തിക്കൂടെ നിൻ്റെയൊക്കെ ഈ നാറിയ നെറികെട്ട പരിപാടികൾ നടത്തിക്കൂടെ നിനക്കൊക്കെ? ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സുധീഷാണ്. നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കേടാണ് ഈ ടോണി അച്ചായനെ? നിങ്ങൾക്ക് വെറുതെ നിങ്ങൾ എന്തിനാണ് തെറി പറയുന്നത്? പുള്ളി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ തെറി പറയുന്നത്? നിങ്ങളിപ്പോൾ 2-3 ദിവസമായി പുള്ളിയെ ഒരുപാട് ഭയങ്കര ഡീഗ്രേഡൊക്കെ ചെയ്ത് സംസാരിക്കുന്നുണ്ട്, വീഡിയോ ഇടുന്നുണ്ട്. പുള്ളിയെ മാക്സിമം നിങ്ങൾ എത്രത്തോളം അപമാനിക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾ അപമാനിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ്? എനിക്കറിയാൻ മേലെ ചോദിക്കുകയാണ്, നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കേടാ? അല്ല, നിങ്ങൾക്കൊക്കെ പറ്റുന്നുണ്ടോ? നിങ്ങൾ ഈ പുള്ളി സഹായിക്കുന്നത് പോലെ നിങ്ങൾക്കൊക്കെ സഹായിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ഒരു മിഠായിത്തോടെങ്കിലും വാങ്ങിക്കൊടുക്കാറുണ്ടോ? പുള്ളി എത്രയോ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, വീടുകളൊക്കെ വച്ച് കൊടുക്കുന്നുണ്ട്, പാവങ്ങളെ സഹായിക്കുന്നുണ്ട്. ഒരു നേരം ഫുഡ് പോലും കഴിക്കാൻ പറ്റാത്ത പാവങ്ങൾ എത്രയോ ആൾക്കാരുണ്ട്, അവരെല്ലാം പുള്ളി ടോണി അച്ചായൻ ചെന്ന് സഹായിക്കുന്നുണ്ട്. ഇനിയെങ്കിലും നടത്തിക്കൂടെ നിൻ്റെയൊക്കെ ഈ നാറിയ നെറികെട്ട പരിപാടികൾ നടത്തിക്കൂടെ നിനക്കൊക്കെ? നിങ്ങൾക്ക് റീച്ചാണ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വേറെ വല്ല പണിക്കും പോകണം, അല്ല ടോണി അച്ചായനെ കുറ്റപ്പെടുത്തിയിട്ടല്ല നിങ്ങൾക്ക് റീച്ച് നേടേണ്ട. പറഞ്ഞാട്ടല്ല, ഈ ഭൂമിയിൽ എത്രയോ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, ഒരു നേരത്തെ ഫുഡിന് പോലും പൈസ ഇല്ലാത്ത എത്രയോ ആൾക്കാർ. നിങ്ങൾ അവരെയൊക്കെ ഒന്ന് പോട്ട് സഹായിക്കണ്ട, നിങ്ങൾ അവരേക്ക് ഒരു നേരത്തെ ഫുഡ് മേടിച്ചു കൊടുക്കുക, ഒരു ചായയെങ്കിലും മേടിച്ചു കൊടുത്തിട്ട് നിങ്ങൾ കുറ്റം പറയും. അതിനൊരു അന്തസ്സുണ്ട്. നീയൊക്കെ അച്ചായനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയൂല, അറ്റ്ലീസ്റ്റ് കുറ്റം പറയാതെങ്കിലും ഇരുന്നൂടെ നിനക്കൊക്കെ അച്ചായനെ കുറ്റം പറയാനേ ഒരു അർഹത പോലും ഇല്ല. നീയൊക്കെ കുറേ മറ്റേ വഴിയെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന പേപ്പട്ടികൾ ചലയ്ക്കും പോലെ നിനക്കൊക്കെ ചലയ്ക്കാനേ അറിയാവൂ. ഈ ഞാനൊക്കെ ടോണി അച്ചായൻ്റെ കടുത്ത ആരാധകരാണ്, ചങ്കാണ്. ടോണി അച്ചായ, നിങ്ങളടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ പേപ്പട്ടികൾ കിടന്ന് കുരയ്ക്കുന്നത് കേട്ട് നിങ്ങൾ ചാരിറ്റി പ്രവർത്തനമൊന്നും നടത്താൻ നിൽക്കേണ്ട. നിങ്ങൾ ഇനിയും മുന്നോട്ട് തന്നെ പോകണം. നിങ്ങൾ ഇനിയും ആൾക്കാരെ സഹായിക്കണം. ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകൾ നിങ്ങളെയും കാത്ത് ദൈവതുല്യനായിട്ട് നിങ്ങളെ കാണുന്നതാണ് ഈ ആൾക്കാരെല്ലാം. അപ്പം നിങ്ങളുടെ സഹായം എത്രയോ ജനങ്ങൾ നിങ്ങളുടെ ഒരു സഹായം പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളിനി ഒരിക്കലും ചാരിറ്റി പ്രവർത്തനം നടത്താൻ പാടില്ല. ഫുൾ സപ്പോർട്ടായിട്ട് നമ്മളെല്ലാവരും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇനിയും ചാരിറ്റി ആയിട്ട് മുന്നോട്ട് തന്നെ പോകണം. ഈ പട്ടികൾക്ക് കുരയ്ക്കാനേ അറിയാവൂ, കടിക്കത്തില്ല. അച്ചായനെ ഒരു പുല്ലും ചെയ്യത്തില്ല. നിങ്ങൾ മുന്നോട്ട് തന്നെ പോക്കോ അച്ചായൻ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതേ നിങ്ങളുടെയൊക്കെ പൈസ കൊണ്ടിട്ടല്ല, അച്ചായൻ്റെ സ്വന്തം പൈസ എടുത്തിട്ടാണ് ഈ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. അല്ല, നിൻ്റെയൊക്കെ കുടുംബ സ്വത്ത് കണ്ടിട്ടല്ല അച്ചായൻ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നത്. പുള്ളിയുടെ പൈസ എടുത്തിട്ടാണ് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്. അത് നല്ലൊരു കാര്യമാണ്. എത്രയോ ആളുകൾ കഷ്ടപ്പെട്ട് ഒരു വീട് പോലും വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്നതാണ്, അവരെല്ലാം പുള്ളി സഹായിക്കുന്നുണ്ട്. ഈ നിൻ്റെയൊക്കെ നാറിയ പരിപാടികളുണ്ടല്ലോ, അതൊന്നും അച്ചായൻ്റെ അടുത്തോട്ട് ഇറക്കേണ്ട, വില പോകില്ല മക്കളെ. ടോണി അച്ചായന് എൻ്റെ വക ഒരു ബിഗ് സല്യൂട്ട്. പൊളിക്ക് അച്ചായ.